ആ ഒരു ബോണിലുള്ള അതിന്റെ അറ്റാച്ച്മെന്റ്സ് അനുസരിച്ചാണ്. ലാറ്ററലി ആണെങ്കിൽ ലാറ്ററാലിസ്, മീഡിയലി ആണെങ്കിൽ മീഡിയാലിസ്, ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്നതാണ് ഇന്റർമീഡിയസ്. അപ്പം ഈ എക്സ്റ്റൻഷൻ ഓഫ് നീക്ക് മെയിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ക്വാഡ്രിസെപ്സ് ഫീമോറിസ് മസിൽസ് ആയിരിക്കും. അത് കൂടാതെ ഫ്ലെക്ഷൻ ഓഫ് ദ ഹിപ്പിന് സാർട്ടോറിയസ്. സാർട്ടോറിയസ് നമ്മൾ ഒരു വട്ടം ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻറ്റിയർ സുപ്പീരിയർ ഇലിയാക് സ്പൈൻ പറഞ്ഞ സമയത്തല്ലേ, അവിടെ നിന്നാണ് അതിന് ഒറിജിൻ എന്ന് പറഞ്ഞ സാർട്ടോറിയസ്. അപ്പം ഫ്ലെക്ഷൻ ഓഫ് ഹിപ്പാണ് സാർട്ടോറിയസിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞേക്കുന്നത്. പിന്നെ ആർട്ടിക്കുലാരിസ് ഇതിനൊരു ചെറിയ മസിലാണ്, അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, ഇനി അടുത്ത സാർട്ടോറിയസ്. സാർട്ടോറിയസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാർട്ടോറിയസ് ആണ് നമ്മുടെ ബോഡിയിൽ ഒരു ലോങ്ങസ്റ്റ് മസിലാണ് അല്ലേ. ഇതിൽ ആക്ച്വലി ഈ ഒരു പിക്ചറിൽ അത്ര ഒരു എസ് ഷേപ്പ് ഇല്ല, പക്ഷെ നമ്മുടെ ബോഡിയിൽ നമുക്കറിയാൻ പറ്റുമല്ലേ, നല്ല ഒരു എസ് ഷേപ്പിൽ തന്നെ കിട്ടുന്ന ഒരു മസിലാണ് അല്ലേ സാർട്ടോറിയസ് മസിൽ. ലോങ്ങസ്റ്റ് മസിൽ ഇൻ ദ ബോഡിയാണ്, എസ് ഷേപ്പാണ് സാർട്ടോറിയസ്, എസ് ഷേപ്പ് ലോങ്ങസ്റ്റ്. പിന്നെ ഇത് തന്നെ ടൈലേഴ്സ് മസിൽസ് എന്ന് പറയുന്നുണ്ട്. ടൈലേഴ്സ് അവരുടെ ടൈലറിങ് പർപ്പസിന് വേണ്ടിയിട്ട് ആ ഒരു ഫ്ലെക്ഷൻ ഓഫ് ഹിപ്പിന് ഇങ്ങനെ ഇത് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിനെ എന്തെന്ന് പറയുന്നുണ്ട്, ടൈലേഴ്സ് മസിൽ എന്നും പറയുന്നുണ്ട്. അത് കൂടാതെ ഹണിമൂൺ മസിൽ എന്നും പറയുന്നുണ്ട്. ആ ഒരു ഹണിമൂൺ ടൈമിലുള്ള ആ ഒരു മെക്കാനിസം വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഈ മസിലിന് ആ ഒരു പേര് വന്നേക്കുന്നത്. നമ്മുടെ അബ്ഡക്ഷൻ ഓഫ് ഹിപ്പും പിന്നെ ലാറ്ററൽ റൊട്ടേഷനും ഫ്ലെക്ഷൻ ഓഫ് ഹിപ്പും ഒക്കെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാർട്ടോറിയസിനെ എന്തെന്ന് പറയുന്നുണ്ട്, ഹണിമൂൺ മസിൽ എന്നും പറയുന്നുണ്ട്. സാർട്ടോറിയസ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സാർട്ടോറിയസ് മസിൽസ് എല്ലാം ഒന്നും നമുക്ക് വേണ്ട, പക്ഷെ ചില മസിൽസ് അവർക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ടിട്ടാണ് ഈ ഒരു സാർട്ടോറിയസ് ഒക്കെ പറയുന്നത് കേട്ടോ. എസ് ഷേപ്പ്, ടൈലേഴ്സ് മസിൽ, ഹണിമൂൺ മസിൽ. പിന്നെ അതിൻ്റെ ഒരു ഒറിജിനും ഇൻസേർഷനും ഒന്ന് ജസ്റ്റ് നോക്കിയേരെ. അത് ഒറിജിനേറ്റ്സ് ഫ്രം ആൻറ്റീരിയർ സുപ്പീരിയർ ഇലിയാക് സ്പൈനിലായിരിക്കും. നമ്മൾ പറഞ്ഞതാണ് ഇൻസേർട്ട് ചെയ്യുന്നത് മീഡിയൽ സർഫസ് ഓഫ് ദ ഷാഫ്റ്റ് ഓഫ് ദ ടിബിയയിലോട്ടായിരിക്കും. കാണുന്നുണ്ടോ എസ് ഷേപ്പ് ആൻറ്റീരിയർ സുപ്പീരിയർ ഇലിയാക് സ്പൈൻ, അത് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത് മീഡിയൽ സർഫസ് ഓഫ് ദ ടിബിയയിലോട്ടായിരിക്കും അത് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒറിജിനും ഇൻസേർഷനുമായി ആക്ഷൻ നമ്മൾ പറഞ്ഞു ഓൾറെഡി. ഫ്ലെക്ഷൻ ഓഫ് ഹിപ്പും പറയുന്നുണ്ട്, ലാറ്ററൽ റൊട്ടേഷൻ ഓഫ് ഹിപ്പും പറയുന്നുണ്ട്. പിന്നെ എന്താണ് ആ ഒരു അതർ നെയിംസ്, രണ്ട് നെയിംസ് വരാനുള്ള കാരണം. ഓക്കെ, അടുത്ത വിച്ച് ഈസ് ദ ലോങ്ങസ്റ്റ് മസിൽ ഇൻ ദ മസിൽ ഓഫ് ദ ബോഡി, സാർട്ടോറിയസ് ആണ് ലോങ്ങസ്റ്റ് മസിൽ. അടുത്ത ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ക്വാഡ്രിസെപ്സ് മസിൽസിൽ പറഞ്ഞതിൽ ബാക്കി മേജറായിട്ട് പറഞ്ഞ വാസ്റ്റേ മസിലും റെക്ടസ് ഫീമോറിസും. റെക്ടസ് ഫീമോറിസിൻ്റെയും കൂടെ ഞാനൊരു ഒറിജിനും ഇൻസേർഷനും ഒക്കെ ഒന്ന് പറയാം. അത് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. കിക്കിംഗ് മസിൽസ് എന്നും ബൈപ്പിനേറ്റ് മസിൽ എന്നൊക്കെ പറയുന്നുണ്ട്. കിക്കിംഗ് മസിൽ, ബൈപ്പിനേറ്റ് മസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് രണ്ട് ഒറിജിനുണ്ട്. അതായത് ഒരു സ്ട്രെയിറ്റ് ഹെഡും ഉണ്ട്. റെക്റ്റേ എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിങ് സ്ട്രെയിറ്റ് ആണ് കേട്ടോ. നമ്മൾ ബോഡി ഡിസെക്ട് ചെയ്യുന്ന സമയത്ത് അറിയാൻ പറ്റും, നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തിക്കായിട്ട് പറ്റലയിലേക്ക് വന്നിങ്ങനെ ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന ഒരു മസിലുണ്ട്. അതാണ് റെക്ടസ് ഫിമോറിസ് എന്ന് പറയുന്നത്. അത് ഫ്യൂസിഫോം ആണ്, അതിൻ്റെ സ്ട്രെയിറ്റ് ഫ്യൂസിഫോം ബൈപ്പിനേറ്റ് മസിലാണ്. അതിൻ്റെ ഒറിജിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ഹെഡ് നമ്മൾ പറഞ്ഞ ആൻറ്റീരിയർ ഇൻഫീരിയർ ഇലിയാക് സ്പൈൻ, അതായത് ആൻറ്റീരിയർ സുപ്പീരിയർ ഇലിയാക് സ്പൈൻ്റെ ജസ്റ്റ് ബിലോ ആയിട്ട് വരുന്ന ആൻറ്റീരിയർ ഇൻഫീരിയർ ഇലിയാക് സ്പൈനിൽ നിന്നൊരു ഒറിജിൻ ഉണ്ട്. അത് കൂടാതെ അസറ്റാബുലത്തിൻ്റെ എബോ കാണുന്ന ഒരു ഗ്രൂവ് ഉണ്ട്. ആ ഗ്രൂവിൽ നിന്ന് ഒരു ഒറിജിൻ ഉണ്ട്. റിഫ്ലക്റ്റഡ് ഹെഡിന് ജസ്റ്റ് എബോ ദ അസറ്റാബുലത്തിൽ നിന്നും സ്ട്രെയിറ്റ് ഹെഡ് ഒറിജിൻ ചെയ്തിരിക്കുന്നത് ആൻറ്റീരിയർ ഇൻഫീരിയർ ഇലിയാക് സ്പൈനിൽ നിന്നാണ്. ഇൻസേർഷൻ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ്, അതൊരു ലിഗമെന്റും പെറ്റല്ല ബേസ് ഓഫ് ദ പെറ്റലയിലേക്ക് വന്നിട്ട് ലാസ്റ്റ് ഫൈനലി അത് എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, ടിബിയൽ ട്യൂബറോസിറ്റി. ടിബിയയുടെ ഇതിൽ പറഞ്ഞതാണ് നമ്മൾ എവിടെയാണ് ആ റീജിയൻ എന്നുള്ളത്. ഓക്കെ, ഇത് റെക്ടസ് ഫീമോറിസ് എന്താണ്, ഒരു ബൈപ്പിനേറ്റ് മസിലാണ്, കിക്കിംഗ് മസിലാണ്. ഒറിജിൻ പറഞ്ഞു, ഇൻസേർഷൻസ്, ആക്ഷൻസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതുകൂടാതെ നാവ് എങ്ങനെയായിരിക്കും, ആൻറ്റീരിയർ കമ്പാർട്ട്മെൻറ്റ് മസിൽ ആയതുകൊണ്ട് തന്നെ അത് ഫീമറൽ നാവ് ആയിരിക്കും അതിൻ്റെ ഇന്നോവേഷൻ. ഇനി അടുത്താണ് ക്വാഡ്രിസെപ്സ് ഫീമോറിസിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള മേജർ ഒരെണ്ണം നമ്മൾ പറഞ്ഞു അല്ലേ, റെക്ടസ് ഫീമോറിസ് പറഞ്ഞു. ഇനി ബാക്കിയുള്ള വാസ്റ്റസ് ലാറ്ററാലിസ്, മീഡിയാലിസ് ആൻഡ് ഇന്റർമീഡിയസ്. ക്വാഡ്ര മീൻസ് എന്താണ്, നമ്മൾ പറഞ്ഞ 4 മസിൽസും റെക്ടസ് ഫീമോറിസും 3 വാസ്റ്റേ മസിൽസും കൂടെ ജോയിൻ ചെയ്തിട്ട് ക്വാഡ്രിസെപ്സിൻ്റെ ടെൻഡൻ ഉണ്ടാവുന്നുണ്ട്. ഇത് ഇൻസേർട്ട് ചെയ്യുന്നത് ലിഗമെന്റ് പറ്റലയിലേക്കായിരിക്കും. ഫൈനലി ഇൻസേർട്ടഡ് ഇൻ ടു ദ ടിബിയൽ ട്യൂബറോസിറ്റി. എക്സ്റ്റെൻസേഴ്സ് ഓഫ് നീ ആണ്. നമ്മൾ പറ്റല ഡെവലപ്ഡ് ഫ്രം ദി ടെൻഡൻ ഓഫ് ക്വാഡ്രിസെപ്സ് ഫീമോറിസ്. ബാക്കി വാസ്റ്റേ മസിൽസ് ഒന്നും ഞാൻ അത്ര ഡിസ്കസ് ചെയ്യുന്നില്ല, റെക്ടസ് ഫീമോറിസ് മാത്രം ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി അടുത്താണ് ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഫിമറൽ ട്രയാങ്കിൾ.
അപ്പം അതിൽ ഫിമറൽ ട്രയാങ്കിളിൽ ജസ്റ്റ് അതിൻ്റെ കണ്ടന്റ് വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ബൗണ്ടറീസ് ചോദിക്കാം, എന്ത് വേണമെങ്കിലും ചോദിക്കാവുന്നൊരു ടോപ്പിക്കാണ് കേട്ടോ. അപ്പം ഇത് സാർട്ടോറിയസ് നിങ്ങൾ കണ്ടോ, എസ് ഷേപ്പ്ഡ്. ഈ പിക്ചറിൽ കുറച്ചുകൂടെ ഒരു എസ് ഷേപ്പ് കാണുന്നുണ്ടല്ലേ. ഇതിൻ്റെ തൊട്ട് ഇതിലായിട്ട് റെക്ടസ് ഫിമോറിസ് മസിൽസ് ഉണ്ട്. അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് റെക്ടസ് ഫിമോറിസിൻ്റെ മീഡിയലിയും ലാറ്ററലി ആയിട്ട് നമുക്ക് എന്ത് കാണാം, വാസ്റ്റസ് ലാറ്ററാലിസും മീഡിയാലിസും കാണാം. അത് കഴിഞ്ഞിട്ട് റെക്ടസ് ഫിമോറിസിനെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് മുകളിലേക്ക് മാറ്റുമ്പോഴാണ് അതിൻ്റെ അണ്ടറിലായിട്ട് നമ്മുടെ വാസ്റ്റസ് ഇൻ്റർമീഡിയസും കാണാം. അതുകൊണ്ട് തന്നെ ആൻറ്റീരിയറിൽ ഇത് ഇത്രയും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മുടെ എന്ത് മസിലിനെ ക്വാഡ്രിസെപ്സ് ഫിമോറിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഹലോ, നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഫാസ്റ്റ് അല്ലല്ലോ, കണ്ടിന്യൂ ചെയ്യട്ടോ. ഹലോ ഹലോ, കണ്ടിന്യൂ ചെയ്യാലോ. ആ ശരി ശരി. കണ്ടിന്യൂ ചെയ്യാലോ, കുഴപ്പമില്ല. ഓക്കെ, ഇനി അടുത്താണ് ഫിമറൽ ട്രയാങ്കിൾ. അപ്പോൾ ഫിമറൽ ട്രയാങ്കിൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ലോവർ ലിംബിൽ നിങ്ങൾ എന്ത് നോക്കിയില്ലെങ്കിലും ജസ്റ്റ് ഫിമറൽ ട്രയാങ്കിളെങ്കിലും നോക്കിയിട്ട് പോകണം. അത് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്, ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ട്രയാങ്കുലർ സബ്ഫേഷ്യൽ സ്പേസ്, ഒരു ട്രയാങ്കുലർ കാണുന്നുണ്ടോ ഈ പിക്ചറിൽ? ഒരു ട്രയാങ്കുലർ സബ്ഫേഷ്യൽ സ്പേസ് ആണ് നമ്മുടെ തൈല് കാണപ്പെടുന്നത്, ജസ്റ്റ് ബിലോ ദ ഇൻഗ്വനൽ ലിഗമെന്റ്. ഇൻഗ്വനൽ ലിഗമെന്റ് കാണുന്നുണ്ടോ? ജസ്റ്റ് മുകളിലായിട്ട് നമ്മൾ പറഞ്ഞു ആൻറ്റീരിയർ സുപ്പീരിയർ ഇലിയാക് സ്പൈൻ മുതൽ പ്യൂബിക് ട്യൂബർക്കിൾ വരെയാണ് അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നത്. അതിൻ്റെ ജസ്റ്റ് ബിലോ ആയിട്ട് കാണപ്പെടുന്ന ഒരു ട്രയാങ്കുലർ ഏരിയ, അതാണ് ഒരു സബ്ഫേഷ്യൽ സ്പേസ്. അതിനെയാണ് ഫിമറൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ബൗണ്ടറീസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്കറിയാം ഈ ട്രയാങ്കിളിന്റെ ബേസ് ആയിട്ട് വരുന്നത് എന്തായിരിക്കും? ഇൻഗ്വൈനൽ ലിഗമെന്റ് ആണ്. അതുകൂടാതെ ഈ ഒരു സൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു മസിലാണ് ഏതാണ്? ലാറ്ററലി ബൈ എസ് ഷേപ്ഡ് ആയിട്ടുള്ള നമ്മുടെ സാർട്ടോറിയസ്. സാർട്ടോറിയസിന്റെ മീഡിയൽ ബോർഡർ വരും. മസിലിന് രണ്ട് ബോർഡർ പറയുന്നുണ്ട്, മീഡിയൽ ബോർഡറും ലാറ്ററൽ ബോർഡർ. ലാറ്ററൽ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്കാണ്, എവേ ഫ്രം ദ ബോഡിയാണ്. മീഡിയൽ ബോർഡറാണ് വരുന്നേക്കുന്നത്. അപ്പോൾ ഈ ട്രയാങ്കിളിന്റെ ലാറ്ററൽ ബൗണ്ടറി എന്ന് പറയുന്നത് നമ്മുടെ സാർട്ടോറിയസ് മസിലിന്റെ മീഡിയൽ ബോർഡറാണ്. പിന്നെ അതുകൂടാതെ മീഡിയലി വരുന്നതാണ് നമ്മുടെ അഡക്ടർ ലോങ്ങസ്. അപ്പം ഒന്ന് ലോങ് ആയിട്ടുള്ള നമ്മുടെ സാർട്ടോറിയസ് ലാറ്ററലി വരുന്നുണ്ട്, മീഡിയലി എന്ത് വരുന്നുണ്ട്? അഡക്ടർ ലോങ്ങസ് കൊണ്ട് വരുന്നുണ്ട്. മീഡിയലി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡക്ടർ മസിൽസിന്, അഡക്ടർ കമ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ തൈല അഡക്ടർ കമ്പാർട്ട്മെന്റ് ആണ് മീഡിയൽ കമ്പാർട്ട്മെന്റ്. അതുകൊണ്ട് തന്നെ മീഡിയലി എന്തായാലും എന്തേ വരത്തുള്ളൂ എന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാം, അഡക്ടർ മസിൽസേ വരത്തുള്ളൂ. അഡക്ടർ മസിൽസിൽ തന്നെ ഇനി ഏത് വരും എന്നുള്ളൊരു കൺഫ്യൂഷൻ ആണെങ്കിലും നമുക്കറിയാം സാർട്ടോറിയസ് ആണ് അപ്പുറത്ത് ലോങ്ങസ്റ്റ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പുറത്ത് എന്ത് വരും? മീഡിയലി നമുക്ക് അഡക്ടർ ലോങ്ങസ് വരും. അങ്ങനെ അത് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അല്ലാതെ എല്ലാം ബൈഹാർട്ട് പഠിക്കാൻ നിന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷനാകും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ട്രിക്ക് വെച്ച് വേണം ഓർത്ത് വെക്കാൻ. ഓക്കെ, ബേസ് നമ്മുടെ ഇൻഗ്വൈനൽ ലിഗമെന്റ് പറഞ്ഞു. മീഡിയലി പറഞ്ഞത് മീഡിയലി ബൈ മീഡിയൽ ബോർഡർ ഓഫ് അഡക്ടർ ലോങ്ങസ്. എന്തുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞു, മീഡിയൽ കമ്പാർട്ട്മെന്റ് ആണ് അഡക്ടർ കമ്പാർട്ട്മെന്റ്. അതിൽ തന്നെ നമുക്ക് ലാറ്ററലി സാർട്ടോറിയസ് ആയതുകൊണ്ട് തന്നെ ലോങ്ങസ് ആയി ഇപ്പുറത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പം മീഡിയൽ ബോർഡർ ഓഫ് അഡക്ടർ ലോങ്ങസ് ആൻഡ് മീഡിയൽ ബോർഡർ ഓഫ് സാർട്ടോറിയസും വരുന്നുണ്ട്. അപ്പെക്സ് എന്ന് പറഞ്ഞാൽ മീറ്റിംഗ് പോയിന്റ് ഓഫ് ഏതൊക്കെയാണ്? ഈ രണ്ട് ബോർഡേഴ്സിൻ്റെയും മീറ്റിംഗ് പോയിന്റ് ആയിരിക്കും. ഓക്കെ, ഇനി അതിൻ്റെ കണ്ടന്റ് പറയുമ്പോഴത്തേക്ക് നിങ്ങളൊന്ന് ജസ്റ്റ് ഒരു കോഡ് പോലെ വാൻ എന്ന് ഓർത്ത് വെച്ചിരുന്ന ഫിമറൽ ട്രയാങ്കിളിന്റെ കണ്ടന്റ് വാൻ. ഓക്കെ, അതിൽ മീഡിയൽ ടു ലാറ്ററൽ അറേഞ്ച്മെന്റ് ആണ് നമ്മൾ പറയുന്നത്. ഏറ്റവും മീഡിയലി ആയിട്ട് നമുക്ക് എന്തുണ്ടാവും? ഫിമറൽ വെയിൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എന്തുണ്ട്? ഫിമറൽ ആർട്ടറി ഉണ്ട്. പിന്നെയാണ് ഫിമറൽ നാവ് വരുന്നത് കേട്ടോ, മീഡിയൽ ടു ലാറ്ററൽ. കഴിഞ്ഞിട്ട് കുറച്ച് ഇൻഗ്വനൽ ഡീപ്പ് ഇൻഗ്വനൽ നോഡ്സ് ഉണ്ട്. ലാറ്ററൽ ക്യൂട്ടേനിയസ് നാവ് ഓഫ് തൈ ഉണ്ട്. പിന്നെ ജനേറ്റീവ് ഫിമറൽ നാവിന്റെ എന്തുണ്ട്? ഫിമറൽ ബ്രാഞ്ച് ഉണ്ട്. ഫിമറൽ ബ്രാഞ്ച് ഓഫ് ജനേറ്റീവ് ഫിമറൽ നാവ്. ഇത്രയുമാണ് നമ്മുടെ ഫിമറൽ ട്രയാങ്കിളിന്റെ കണ്ടന്റ് ആയിട്ട് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഫിമറൽ വെയിന്, ആർട്ടറി, നാവ് കണ്ടന്റ് ചോദിക്കാം. പക്ഷെ അതിൽ കൂടുതൽ അതിന്റെ ഒരു അറേഞ്ച്മെന്റ് എങ്ങനെയാണ്, മീഡിയൽ ടു ലാറ്ററൽ എങ്ങനെയാണ്, ലാറ്ററൽ ടു മീഡിയൽ എങ്ങനെയാണ്, അതൊക്കെ ആയിരിക്കും കുറച്ചും കൂടെ ഒരു ചോദിക്കാൻ പോസിബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്തെയാണ് നമ്മുടെ അതിന്റെ ഫ്ലോർ ഓഫ് ദ ഫിമറൽ ട്രയാങ്കിളിൽ വരുന്ന മസിൽസ് ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. പെക്ടീനിയസും ഇലിയാക്കസ്, സോയാസ് മേജർ മസിൽസ് ഒക്കെ വരുന്നുണ്ട്. അഡക്ടർ ലോങ്ങസിന്റെ കുറച്ച് പോർഷൻസും വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ഫിമറൽ ട്രയാങ്കിളിന്റെ ചെറിയൊരു നട്ട്ഷെല്ല്. ബേസ് ഇൻഗ്വനൽ ലിഗമെന്റ് ആണ്, മീഡിയലി അഡക്ടർ ലോങ്ങസ്, ലാറ്ററലി സാർട്ടോറിയസ്, അപ്പെക്സ്, ഇതിന് രണ്ടിൻ്റെയും കൂടെ മീറ്റിംഗ് പോയിന്റ്. ഫ്ലോറിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള മസിൽസ് എല്ലാം ഇലിയാക്കസ്, സോയാസ് മേജർ, പെക്ടീനിയസ് ആൻഡ് അഡക്ടർ ലോങ്ങസ്.
റൂഫിൽ സ്കിന്ന്, സൂപ്പർഫിഷ്യൽ ഫേഷ്യ, ഡീപ്പ് ഫേഷ്യ വരും. കണ്ടന്റാണ് ഞാൻ പറഞ്ഞത്, വാൻ വെച്ച് ഓർത്തേക്കണം. വെയിൻ, ആർട്ടറി, നാവ്. അത് കൂടാതെ ലാറ്ററൽ ക്യൂട്ടേനിയസ് നർവ് ഓഫ് തൈ വരുന്നുണ്ട്. കുറച്ച് ലിംഫ് നോഡ്സും പിന്നെ ജെനൈറ്റോ ഫിമറൽ നെർവിൻ്റെ ഫിമറൽ ബ്രാഞ്ചും കേട്ടോ. ഫിമറൽ നാവിൻ്റെ അല്ല, ജെനൈറ്റോ ഫിമറൽ നാവിൻ്റെ ഫിമറൽ ബ്രാഞ്ചും. ഓക്കെ, അത്രയുമാണ് ഫിമറൽ ട്രയാങ്കിൾ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ഫിമറൽ ഷീത്തിലേക്ക് പോകാം കേട്ടോ. ഫിമറൽ ഷീത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫണൽ ഷേപ്പ്ഡ് ആണ് അല്ലേ. ഫണൽ ഷേപ്പ്ഡ് ഒരു അപ്പർ സ്ലീവാണ്, ഒരു ഫേഷ്യൽ സ്ലീവാണ് എൻക്ലോസിങ് ദ അപ്പർ പാർട്ട് ഓഫ് ദ ഫിമറൽ ട്രയാങ്കിൾ. ഫിമറൽ ട്രയാങ്കിളിൻ്റെ അപ്പർ എൻഡ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഫിമറൽ ഷീത്ത് എന്ന് പറയാം. ഈ ഫിമറൽ ഷീത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ രണ്ട് അബ്ഡോമിനൽ ഫേഷ്യയുടെ എന്താണ്, അതിൽ നിന്ന് അതിൻ്റെ ഡൗൺവേർഡ് ആയിട്ടുള്ള എക്സ്റ്റൻഷൻസ് ആണ്. അതിൽ ആൻറ്റീരിയർലി ബൈ ഫേഷ്യ ട്രാൻസ്വേഴ്സാലിസം വരുന്നുണ്ട്, പോസ്റ്റീരിയർലി ബൈ ഫേഷ്യ ഇലിയാക്കയും വരുന്നുണ്ട്. ഓക്കെ, ഫേഷ്യ ട്രാൻസ്വേഴ്സാലിസം, ഫേഷ്യ ഇലിയാക്ക. അത് കൂടാതെ വേറൊരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ എന്താണ് നമ്മുടെ ഫിമറൽ ഷീത്തിനെ നമുക്ക് 3 കമ്പാർട്ട്മെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ലാറ്ററൽ കമ്പാർട്ട്മെൻറ്റ്, ഇൻ്റർമീഡിയറ്റ് കമ്പാർട്ട്മെൻറ്റ്. ലാറ്ററൽ കമ്പാർട്ട്മെൻറ്റിനെയാണ് ആർട്ടീരിയൽ കമ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നുണ്ട്. ഇൻ്റർമീഡിയറ്റ് കമ്പാർട്ട്മെൻറ്റ്, വീനസ് കമ്പാർട്ട്മെൻറ്റ്, മീഡിയൽ ഓർ ലിംഫാറ്റിക് കമ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് 3 കമ്പാർട്ട്മെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഈ ലാറ്ററൽ അല്ലെങ്കിൽ ആർട്ടീരിയൽ കമ്പാർട്ട്മെൻറ്റിൽ വരുന്നതാണ് ഫിമറൽ ആർട്ടറി. അത് കൂടാതെ ഫിമറൽ ബ്രാഞ്ച് ഓഫ് ജെനൈറ്റോ ഫിമറൽ നാവ്. ഈ ഫിമറൽ ഷീത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിമറൽ ട്രയാങ്കിളുടെ കണ്ടന്റ്സ് എല്ലാം വരും, എക്സെപ്റ്റ് ഒന്ന് വരത്തില്ല. ഏതാണ് വരാത്തത്? ഏതായിരിക്കും? ഏതാണ്? എല്ലാവരും ഏതാണോ ഉള്ളത്? ആ പിക്ചർ നോക്കിക്കാൻ നിങ്ങൾ. ഫിമറൽ ആർട്ടറി ഉണ്ട്, ഫിമറൽ വെയിനും ഉണ്ട്. ഓക്കെ, ഫിമറൽ നാവ് ഈസ് നോട്ട് എ കണ്ടന്റ് ഓഫ് ഫിമറൽ ഷീത്ത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഫിമറൽ നാവിന് പകരം ഏത് നാവാണ് നമ്മളവിടെ പറഞ്ഞേക്കുന്നത്? ലാറ്ററൽ കമ്പാർട്ട്മെന്റിൽ വന്നേക്കുന്നത് ഫിമറൽ ബ്രാഞ്ച് ഓഫ് ജെനൈറ്റോ ഫിമറൽ നാവാണ്. അതൊരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്ത് വെച്ചേക്കണം. എപ്പോഴും നിങ്ങൾ വിചാരിക്കേണ്ട ഫിമറൽ നാവ് ഇല്ല, ഫിമറൽ നാവിന് ഒഴിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ പോർഷൻസും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ഒരു ഫിമറൽ ഷീത്ത് ഫോം ചെയ്തിരിക്കുന്നത്. കണ്ട ഈ പിക്ചറിൽ കുറച്ചുകൂടെ ക്ലിയർ ആണ്. ആർട്ടറിയും മെയിനും മാത്രമേ വരുന്നുള്ളൂ, ഫിമറൽ കനാലിനുള്ള നാവ് എക്സെപ്ഷൻ ആണ്. പക്ഷേ ഏതിന്റെ ബ്രാഞ്ച് വരുന്നുണ്ട്? ജെനൈറ്റോ ഫിമറൽ നാവിന്റെ ഒരു ഫിമറൽ ബ്രാഞ്ച് ഒരു ആർട്ടീരിയൽ കമ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ലാറ്ററൽ കമ്പാർട്ട്മെന്റിൽ വരുന്നുണ്ട്. ഇന്റർമീഡിയറ്റ് കമ്പാർട്ട്മെന്റിൽ ഫിമറൽ വെയിൻസും വരുന്നുണ്ട്. ഏറ്റവും മീഡിയലി ആയിട്ട് കുറച്ച് ഈ മീഡിയൽ കമ്പാർട്ട്മെന്റ് ആണ് ഫിമറൽ കനാൽ എന്ന് പറഞ്ഞേക്കുന്നത്. അവിടെ കുറച്ച് ലിംഫാറ്റിക്സ് ആണ് കാണപ്പെടുന്നത്. ആ ലിംഫാറ്റിക്സിന് ഒരു നാമമുണ്ട്, അത് ശ്രദ്ധിച്ചേക്കണം. ഇതാണ് ഈ പിക്ചർ കുറച്ചുകൂടെ ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഫിമറൽ ഷീത്ത് ഉണ്ട്. അത് കൂടാതെ അതിൻ്റെ കമ്പാർട്ട്മെന്റ്സും പറയുന്നുണ്ട്. ഈ ഡീപ്പ് ഇൻഗ്വനൽ ലിംഫ് നോഡ്സ് ആണ് ഇതിൻ്റെ 3 to 5 ഡീപ്പ് നോഡ്സ് കാണുന്നുണ്ട് ഇതിനുള്ളിൽ. ആ ഡീപ്പ് നോഡ്സിനാണ് എന്ത് പറയുന്നത്? ഗ്ലാൻഡ് ഓഫ് ക്ലോക്കറ്റ് അല്ലെങ്കിൽ നോഡ്സ് ഓഫ് റോസൻ മുള്ളർ. ഇത് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് ആ ഒരു ഫിമറൽ ഷീത്തിലുള്ള ലിംഫ് നോഡ്സിന്റെ നെയിം കേട്ടോ, റോസൻ മുള്ളർ അല്ലെങ്കിൽ ക്ലോക്കറ്റ് എന്നും പറയും. നെക്സ്റ്റ് ഫിമറൽ കനാൽ എന്ന് പറഞ്ഞേക്കുന്നത് ഫിമറൽ ട്രയാങ്കിൾ പറഞ്ഞു നമ്മൾ. ഫസ്റ്റ് ഫിമറൽ ട്രയാങ്കിൾ പറഞ്ഞു, പിന്നെ അതിനുശേഷം ഫിമറൽ നെർവിനെ പുറത്താക്കിയിട്ട് നമ്മളൊരു ഫിമറൽ ഷീത്ത് പറഞ്ഞു. അടുത്താണ് ഫിമറൽ കനാൽ. ഇതെല്ലാം ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കണം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. ഈ ഫിമറൽ ഷീത്തിൻ്റെ ഒരു മീഡിയൽ കമ്പാർട്ട്മെന്റ് ആണ് എന്തെന്ന് പറഞ്ഞേക്കുന്നത്? ഫിമറൽ കനാൽ എന്ന് പറഞ്ഞേക്കുന്നത് കേട്ടോ. അതൊരു കോണിക്കൽ ഷേപ്പാണ്. അതിനുള്ളിൽ ലിംഫ് നോഡ്സ് കാണും. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ക്ലോക്കറ്റ് അല്ലെങ്കിൽ റോസൻ മുള്ളർ എന്ന് പറഞ്ഞു അതിനകത്ത് ലിംഫ് നോഡ്സിനെ. അടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിമറൽ റിംഗ് ആണ് കേട്ടോ. ഇനി ഫിമറൽ റിംഗ് കണ്ടോ, ഈ ഒരു അപ്പർ എൻഡ് ഓഫ് ദ ഫിമറൽ കനാലിനെയാണ് ഫിമറൽ റിംഗ് എന്ന് പറഞ്ഞേക്കുന്നത്. ഫിമറൽ റിംഗ്, ആ ഒരു ഫിമറൽ റിംഗിൽ എൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ബൗണ്ടറീസ് ജസ്റ്റ് പറയാം. ബൗണ്ടറീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ബൗണ്ടറീസ് ഓഫ് ഫിമറൽ റിംഗിൽ ആൻറ്റീരിയർലി എന്താണ്? നമ്മുടെ ആൻറ്റീരിയർലി ഇൻഗോനൽ, ഫ്രണ്ടിലേക്ക് നോക്കിയൊക്കെ പിക്ചർ ക്ലിയർ ആവുന്നുണ്ടോ? ഇൻഗോനൽ ലിഗമെൻ്റ് ഉണ്ട്, പോസ്റ്റീരിയറി പെക്ടീനിയസ് മസിലുണ്ട്. പെക്ടീനിയസ് മീഡിയൽ കമ്പാർട്ട്മെൻറ്റിലുള്ള മസിലാണ്. മീഡിയൽ പോർഷനായിട്ട് ലാക്യുനാർ ലിഗമെൻറ്റും, ലാറ്ററലി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? മീഡിയൽ സെപ്റ്റം ആയിരിക്കും. ഈ രണ്ട് ഒരു ഫിമറൽ ഷീത്തിൻ്റെ ലാറ്ററലി ആ ഒരു ഫിമറൽ ഷീത്ത് തന്നെ പറയാം നമുക്ക് വേണമെങ്കിൽ. ഓക്കെ, അപ്പം ആൻറ്റീരിയർലി നോക്കുമ്പോഴത്തേക്ക് റിങ്ങിന് ആൻറ്റീരിയർലി ഫേസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇൻഗ്വനൽ ലിഗമെൻറ്റ്. ജസ്റ്റ് പോസ്റ്റീരിയർലി ആണെങ്കിൽ പെക്ടീനിയസ് മസിൽ വരും, മീഡിയലി ലാക്യുലാർ ലിഗമെൻറ്റും, ലാറ്ററലി ഫിമറൽ ഷീത്ത്. ഫിമറൽ ഹെർണിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെർണിയേഷൻ ഓഫ് കണ്ടന്റ് ഓഫ് അബ്ഡമൻ.
ത്രൂ ദ ഫിമറൽ കനാൽ. മോർ കോമൺ ഇൻ ഫീമെയിൽസിലാണ് കോമൺ ഡ്യൂ ടു ദെയർ വൈഡർ ഫിമറൽ കനാൽ. ഓക്കെ. ഹെർണിയസ് ഒക്കെ നിങ്ങൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് സർജറിയിൽ ഡിസ്കസ് ചെയ്യും കേട്ടോ. അതുകൊണ്ട് ഞാൻ അതങ്ങ് സ്കിപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് അഡക്ടർ കനാൽ. ഇതിനെ ഇന്റർമസ്കുലർ ടണൽ സിറ്റുവേറ്റഡ്. ഇറ്റ് ഈസ് എ ഇന്റർമസ്കുലർ ടണൽ സിറ്റുവേറ്റഡ് ഓൺ ദ മീഡിയൽ സൈഡ് ഓഫ് ദ മിഡിൽ ഓൺ തേർഡ് ഓഫ് ദ തൈ എന്ന് പറയുന്നുണ്ട്. അതായത് എക്സ്റ്റെൻഡിങ് ഫ്രം നമ്മൾ ഓൾറെഡി അപ്പെക്സ് ഓഫ് ദ എവിടെ വരെ എത്തി, ഫിമറൽ ട്രയാങ്കിളിന്റെ അപ്പെക്സ് വരെ പറഞ്ഞല്ലേ, ആ ഒരു പോയിന്റ് വരെ എത്തി. അതിനുശേഷം വരുന്നതാണ്, അതായത് നമ്മുടെ സാർട്ടോറിയസ് മസിൽസിന് ജസ്റ്റ് താഴെയായിട്ട് വരും. എക്സ്റ്റെൻഡിങ് ഫ്രം അപ്പെക്സ് ഓഫ് ദ ഫിമറൽ ട്രയാങ്കിൾ സുപ്പീരിയർലി ടു ദ ടെൻഡിനസ് ഓപ്പണിംഗ് ഇൻ ദ അഡക്ടർ മാഗ്നസ്. അഡക്ടർ മാഗ്നസും മിഡിൽ കമ്പാർട്ട്മെന്റിലെ ഒരു മസിലാണ്. അതിന് ഇൻഫീരിയർലി അത്രയും പോർഷൻ എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നതാണ് ആ ഒരു ഏരിയയാണ് അഡക്ടർ കനാൽ എന്ന് പറഞ്ഞേക്കുന്നത്. അഡക്ടർ കനാലിൽ വേറെ കുറേ നെയിംസ് ഉണ്ട്. അതിൽ മോസ്റ്റ് കോമൺലി പറയുന്നതാണ് സബ് സാർട്ടോറിയസ് കനാൽ എന്ന് വെച്ചാൽ നമ്മുടെ സാർട്ടോറിയസ് മസിൽ കവർ ചെയ്ത് അതിൻ്റെ അണ്ടറിലായിട്ട് വരുന്നുണ്ട് തന്നെ സബ് സാർട്ടോറിയൽ കനാൽ എന്ന് പറയുന്നുണ്ട്. ഇത് കൂടാതെ വേറൊരു പോയിന്റാണ് ഹണ്ടേഴ്സ് കനാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോപ്ലിറ്റൽ അന്യൂറിസം ഉള്ള കേസസിൽ ജോൺ ഹണ്ടർ സർജറീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു അഡക്ടർ കനാൽ ഓപ്പൺ ചെയ്തിട്ടൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ ഹണ്ടേഴ്സ് കനാൽ എന്ന് പറയുന്നുണ്ട്. ആ പേര് ഓർത്ത് വെച്ചാൽ മതി. അതർ നെയിംസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഓർത്താൽ മതി. ഇനി അതിൻ്റെ 3 ബൗണ്ടറീസ് ഉണ്ട്. അതിൽ ആൻഡ്രോലാറ്ററലും പറയുന്നുണ്ട്, ആൻഡ്രോ മീഡിയൽ ഉണ്ട്. അത് കൂടാതെ ഒരു പോസ്ട്രോ മീഡിയൽ വാളും പറയുന്നുണ്ട്. ആൻഡ്രോലാറ്ററലിയാണ് നമ്മുടെ വാസ്റ്റസ് മീഡിയാലിസ് മസിൽ. വാസ്റ്റസ് മീഡിയാലിസ് എന്ന് പറഞ്ഞത് ഇവിടെയാണ് നമ്മുടെ സാർട്ടോറിയസ് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു റെക്ടസ് ഫിമോറിസ് ഒക്കെ പറഞ്ഞല്ലോ, അതിന് തൊട്ട് മുന്നിലായിട്ടാണ് എന്ത് പറയുന്നത് വാസ്റ്റസ് മീഡിയാലിസ് ഉള്ളത്. അത് കൂടാതെ പോസ്ട്രോ മീഡിയൽ വാളിലായിട്ട് ഏതൊക്കെ വരാം? പോസ്ട്രോ മീഡിയൽ വാളിലായിട്ടാണ് നമ്മുടെ അഡക്ടർ മസിൽസ് വരുന്നത്, അഡക്ടർ ലോങ്ങസും അഡക്ടർ മാഗ്നസും വരുന്നത്. അത് കൂടാതെ ഒരു ആന്റീരിയർലി തന്നെ ലാറ്ററൽ വാളും ഉണ്ട്, മീഡിയൽ വാളും ഉണ്ട്. സ്ക്രീൻ ഷെയറിംഗ് ഇല്ലേ? സ്ക്രീൻ ഷെയറിംഗ് വന്നിട്ടില്ലേ? ആണോ? വന്നില്ല? അയ്യോ സോറി സാർ. ഇല്ല കുഴപ്പമില്ല, ഇപ്പൊ ഈ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വന്നപ്പോഴാണ് സ്ക്രീൻ ഷെയറിംഗ്. അഡക്ടർ കനാലാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഫിമറൽ ഹെർണിയയിൽ കാര്യമായിട്ടൊന്നുമില്ല. ഓക്കെ അല്ലോ, കണ്ടിന്യൂ ചെയ്യട്ടെ. ജസ്റ്റ് അഡക്ടർ കനാൽ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു സബ് സാർട്ടോറിയസ് കനാൽ അല്ലെ ഹണ്ടേഴ്സ് കനാൽ എന്ന് പറഞ്ഞു. ഇനി അതിന്റെ അറ്റാച്ച്മെന്റ്സ് ആണ് കേട്ടോ. അതിൽ ആൻഡ്രോലാറ്ററൽ വാളുണ്ട്, ആൻഡ്രോമീഡിയൽ വാളുണ്ട്. അത് കൂടാതെ ഒരു പോസ്ട്രോമീഡിയൽ വാളും പറയുന്നുണ്ട്. ആ 3 ആണ് അതിന്റെ ബോർഡേഴ്സിൽ വരുന്ന 3 ബോർഡേഴ്സും. ആൻഡ്രോലാറ്ററൽ വാളിൽ വാസ്റ്റസ് മീഡിയാലിസും ആൻഡ്രോമീഡിയലി നമ്മുടെ സാർട്ടോറിയസ് ആണ് കേട്ടോ. സാർട്ടോറിയസും ഏറ്റവും പോസ്റ്റീരിയർ ആയിട്ട് വരുന്നത് ഏതാണ്? നമ്മുടെ മീഡിയൽ കമ്പാർട്ട്മെന്റ് മസിൽസ് ആയിരിക്കും. അഡക്ടർ ലോങ്ങസും അഡക്ടർ മാഗ്നസും ആയിരിക്കും. എൻഡ് ചെയ്യുന്നത് അഡക്ടർ മാഗ്നസിന്റെ അടുത്താണ് അല്ലേ. റൂഫ് കവർ ചെയ്തിരിക്കുന്നതും സബ് സാർട്ടോറിയസ് പ്ലെക്സസ് ഓഫ് നെർവ്സും സാർട്ടോറിയസ് മസിൽസും ആണ്. അതിൻ്റെ കണ്ടന്റും ഫീമറൽ ആർട്ടറിയും വെയിനും ഉണ്ട്. അത് കൂടാതെ സഫീനസ് നെർവ് ഉണ്ട്, നെർവ് ടു വാസ്റ്റസ് മീഡിയാലിസ്, പിന്നെ ഒബ്റ്റുറേറ്റർ നെർവിൻ്റെ ബ്രാഞ്ചസ് ഉണ്ട്, ഡിസെൻഡിങ് ജെനിക്കുലാർ ആർട്ടറീസ്. ഈ പിക്ചർ നോക്കി നിങ്ങൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചു വെച്ചിരുന്നാൽ മതി. ഫീമറൽ ട്രയാങ്കിൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്താണെന്നുള്ളത് ഒരു ഐഡിയ മതി കേട്ടോ. ഇനി അഡക്ടർ ഹയാറ്റസ്. ഈ ഫിമറൽ ആർട്ടറി നമ്മൾ പറഞ്ഞു, സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞു, എക്സ്റ്റേണൽ ആർട്ടറിയുടെ കണ്ടിന്യൂഷൻ ആണ്. അത് ഇഗ്വനൽ ലിഗമെന്റ് പാസ് ചെയ്ത് കഴിയുമ്പോൾ ഫിമറൽ ആർട്ടറി ആയിട്ട് മാറുന്നുണ്ട്. പിന്നെ അത് പൊപ്ലീറ്റിലായിട്ട് കണ്ടിന്യൂ ചെയ്യും. അപ്പം അത് ആ ഒരു പാസേജ് അത് പാസ് ചെയ്ത് പോകുന്നത് അഡക്ടർ മാഗ്നസിന്റെ ഒരു ടെൻഡിനസ് ഓപ്പണിങ്ങിലൂടെയാണ്. അതിനെയാണ് എന്തെന്ന് പറഞ്ഞേക്കുന്നത്? അഡക്ടർ ഹയാറ്റസ് എന്ന് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഫിമറൽ ആർട്ടറി ലീവ്സ് ദ അഡക്ടർ കനാൽ through the tendinous opening in the adductor magnus known as adductor hiatus എന്ന് പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞതാണല്ലേ, അതിന്റെ ട്രയാങ്കിൾസിന്റെ ബൗണ്ടറീസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ലാറ്ററൽ ബൗണ്ടറിയിൽ എന്തായിരിക്കും വരുന്നത്? സാർട്ടോറിയസ് മസിൽ ആയിരിക്കും എന്ന് പറഞ്ഞു. ഓക്കെ, ഈ ഒരു പോയിന്റ് ഫിമറൽ ആർട്ടറി എന്തിന്റെ ബ്രാഞ്ച് ആണെന്നുള്ളത് പറഞ്ഞു. എക്സ്റ്റേണൽ ഇലിയാക്കിന്റെ ബ്രാഞ്ച് ആണ്. ഫിമറൽ റിങ്ങിന്റെ മീഡിയൽ ബൗണ്ടറീസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ മീഡിയൽ ബൗണ്ടറിയിൽ ലാക്യുനാർ ലിഗമെന്റ് ഉണ്ടെന്ന് പറഞ്ഞു. ആന്റീരിയർലി ഇഗ്വനൽ ലിഗമെന്റും ഒക്കെ പറഞ്ഞു. അടുത്താണ് ഫിമറൽ ആർട്ടറിയുടെ ലാർജസ്റ്റ് ബ്രാഞ്ച് ആണ് പ്രൊഫണ്ട ഫിമോറിസ് ആർട്ടറി. ഇനി അടുത്ത മറ്റേ ഇത് ക്വാഡ്രിസെപ്സ് ഫിമോറിസിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ക്വാഡ്രിസെപ്സ് ഫിമോറിസ്. ഏതൊക്കെയാണ് ക്വാഡ്രിസെപ്സ് ഫിമോറിസ് എന്ന് അറിയാലോ? റെക്ടസ് ഫിമോറിസും വാസ്റ്റേ മസിൽസും. സാർട്ടോറിയസ് ആന്റിയർ കമ്പാർട്ട്മെന്റിലെ മസിലാണെങ്കിൽ കൂടെ അത് എന്താണ് ക്വാഡ്രിസെപ്സ് ഫിമോറിസിൽ ഇൻക്ലൂഡഡ് ആവുന്നില്ല. ഓക്കെ, പിന്നെ കോമൺ ആയിട്ട് ആന്റിയർ കമ്പാർട്ട്മെന്റിൽ സപ്ലൈ ഫിമറൽ നാവാണ്.
ഇത്രയുള്ള നമ്മുടെ ഫിമറൽ ആൻറ്റീരിയർ കമ്പാർട്ട്മെൻറ്റും അത് റിലേറ്റഡ് ആയിട്ടുള്ള മസിൽസും ട്രയാങ്കിളും എല്ലാം കഴിഞ്ഞു. അടുത്ത ജസ്റ്റ് മീഡിയൽ കമ്പാർട്ട്മെൻറ്റിനെ ഓഫ് ദ തൈയാണ് നമ്മൾ അഡക്ടർ കമ്പാർട്ട്മെൻറ്റ് എന്ന് പറയും കേട്ടോ. അഡക്ടർ കമ്പാർട്ട്മെൻറ്റ് മീഡിയൽ കമ്പാർട്ട്മെൻറ്റ് അതിലെ മസിൽസ് ഞാൻ എൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ടേക്കുന്നതാണ്. നിമോണിക്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഓർത്ത് നിങ്ങളുടെ ഇതിന് മെമ്മറിക്ക് അനുസരിച്ച് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഗ്യാപ്പ് എന്നും പറഞ്ഞിട്ടാണ് ഓർത്ത് വെച്ചേക്കുന്നത്. മീഡിയൽ കമ്പാർട്ട്മെൻറ്റ് മസിൽസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റീരിയർ ലെയർ ഉണ്ട്, മിഡിൽ ലെയർ ഉണ്ട്, ഒരു പോസ്റ്റീരിയർ ലെയർ, അങ്ങനെ ഒരു 3 ലെയേഴ്സ് ആയിട്ട് കട്ട് ഇതാക്കുവാണെങ്കിൽ ആൻറ്റീരിയർലി വരുന്നതാണ് പെക്ടീനിയസ് മസിലും ഗ്രേസിലിസ് മസിൽസും, അത് കൂടാതെ അഡക്ടർ ലോങ്ങസും. അത് കഴിഞ്ഞിട്ട് മിഡിലായിട്ട് വരുന്നതാണ് നമ്മുടെ കുഞ്ഞ് അഡക്ടർ മാഗ്നസും. ഏറ്റവും പോസ്റ്റീരിയറി ആണ് അഡക്ടർ ബ്രീവിസ് ആണ് മിഡിൽ ലെയർ, അത് കുഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പോസ്റ്റീരിയർലി അഡക്ടർ മാഗ്നസ് വരും. അപ്പം മീഡിയൽ കമ്പാർട്ട്മെന്റ് മസിൽസ് ഗ്യാപ്പ് നോർത്ത് വെച്ചിരുന്നാൽ മതി. ഗ്രേസിലിസും ഉണ്ട്, അഡക്ടേഴ്സും ഉണ്ട്, അതുകൂടാതെ ഒരു പെക്ടീനിയസ് മസിലും ഉണ്ട്. ഓക്കെ, അതിൽ എല്ലാ മസിൽസും ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, അഡക്ടർ മാഗ്നസ് മാത്രമേ പറയുന്നുള്ളൂ. നമ്മുടെ ഈ മീഡിയൽ കമ്പാർട്ടിൽ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ട് വരുന്ന മസിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് അഡക്ടർ മാഗ്നസ് ആണ് ലാർജസ്റ്റ് ആയിട്ട് വരുന്ന മസിൽ. ഇതിനെ ഒരു ഹൈബ്രിഡ് മസിൽ എന്ന് പറയും. ഹൈബ്രിഡ് മസിൽ എന്ന് പറയാൻ ഇതിന് ഡ്യുവൽ നെർവ് സപ്ലൈ ഉള്ളത് കൊണ്ടിട്ടാണ് ഹൈബ്രിഡ് മസിൽ എന്ന് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഒബ്റ്റുറേറ്റർ നെർവിൻ്റെ ഒരു പോസ്റ്റീരിയർ ഡിവിഷനും സപ്ലൈ ഉണ്ട്, അതുകൂടാതെ സാറ്റിക് നെർവിൻ്റെ ടിബിയൽ പാർട്ടും സപ്ലൈ ചെയ്യുന്നുണ്ട് അഡക്ടർ ലോങ്ങസിന്. അഡക്ടർ മാഗ്നസ്. അഡക്ടർ മാഗ്നസ് ഈസ് ദ ലാർജസ്റ്റ് മസിൽ ഓഫ് ദ മീഡിയൽ കമ്പാർട്ട്മെന്റ് ആണ്. ഇതിന് ഡബിൾ നെർവ് സപ്ലൈ ആണ് ഉള്ളത്, അതുകൊണ്ട് തന്നെ ഇതിനെ ഹൈബ്രിഡ് മസിൽ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അഡക്ടർ പാർട്ടും ഉണ്ട്, ഹാംസ്ട്രിങ് പാർട്ടും ഉണ്ട്. അഡക്ടർ പാർട്ടിന് ഒബ്റ്റുറേറ്റർ നെർവ്, അത് നമുക്കറിയാലേ, മീഡിയൽ കമ്പാർട്ട്മെന്റിന് ഒബ്റ്റുറേറ്റർ നെർവ് ആയിരിക്കും. അതുകൂടാതെ ഹാംസ്ട്രിങ് പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് പോസ്റ്റീരിയർ തൈ മസിൽസ്, അതുകൊണ്ട് തന്നെ അതിന് സയാറ്റിക് നെർവ്. 2 സപ്ലൈയും ഉണ്ട്. മീഡിയൽ കമ്പാർട്ട്മെന്റിന്റെ സപ്ലൈ ഉണ്ട്, പോസ്റ്റീരിയർ കമ്പാർട്ട്മെന്റിലെ നെർവിന്റെ സപ്ലൈ ഉള്ളത് കൊണ്ട് തന്നെ ഈ അഡക്ടർ മാഗ്നസിനെ ഹൈബ്രിഡ് മസിൽ എന്നും പറയുന്നുണ്ട്. ഓക്കെ, ഒരു പിക്ചറാണ് അഡക്ടർ മാഗ്നസിൻ്റെ. എല്ലാ മസിൽസിൻ്റെയും ഒറിജിനൽ ഇൻസേർഷനും വേണ്ട, എന്നാലും അത്യാവശ്യം വേണമെന്നൊക്കെ നിങ്ങളൊന്ന് നോക്കിക്കോ. ഓക്കെ, പിന്നെ അടുത്ത ഗ്രേസിലിസ്. ഗ്രേസിലിസ് ആണ് കോമൺലി മസിൽ ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെങ്കിൽ റീകൺസ്ട്രക്റ്റീവ് സർജറിക്കൊക്കെ യൂസ് ചെയ്യുന്ന മസിൽ. ഒരു തിൻ മസിലാണ് കേട്ടോ ഗ്രേസിലിസ് എന്നുള്ളത്. അപ്പം വേറെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റി റേപ്പ് മസിൽ എന്നും ഇതിന് പറയുന്നുണ്ട്. അതായത് റേപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കോമൺ ആയിട്ട് ബ്രേക്ക് ഉണ്ടാവുന്നത് ഈ ഗ്രേസിലിസ് മസിൽസിനാണ്. അതുകൊണ്ട് തന്നെ ഗ്രേസിലിസിന് ആൻറ്റി റേപ്പ് മസിൽ അല്ലെങ്കിൽ കസ്റ്റോഡിയൻ ഓഫ് വെർജിനിറ്റി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. ഈ ഓരോ മസിൽസിനും അതിൻ്റെ ഒരു ആക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അതർ നെയിംസ് ഉണ്ട്. അതർ നെയിംസ് ഇമ്പോർട്ടൻ്റ്, അത് ഒക്കെ ചോദിക്കാവുന്നതാണ് കേട്ടോ, അത് ഓർത്ത് വെച്ചേക്കണം. ഗ്രേസിലിസ് മസിൽസിനെ ജസ്റ്റ് കാണിച്ചേക്കുന്ന ലോങ് തിന്നായിട്ടുള്ളൊരു മസിലാണ്. അടുത്ത പിന്നെ ഒരു സെസമോയിഡ് ബോൺസിൻ്റെ 2 എക്സാമ്പിൾസും കൂടെ ഒന്ന് പറഞ്ഞേക്കാമേ. റൈഡേഴ്സ് ബോൺ എന്ന് പറയുന്നുണ്ട്, അത് അഡക്ടർ ലോങ്ങസിൻ്റെ ടെൻഡിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ് റൈഡേഴ്സ് ബോൺ. അത് കൂടാതെ ഗ്യാസ്ട്രോണിമസ് ഉണ്ട് നമ്മുടെ കാഫ് മസിൽസിൽ വരുന്ന, അതിൻ്റെ ലാറ്ററൽ ഹെൻഡിൽ നിന്നാണ്, അതിൻ്റെ ടെൻഡിൽ നിന്നാണെങ്കിൽ അതിനെ ഫാബെല്ല എന്നും പറയും കേട്ടോ. അത് രണ്ടും ഓർത്തേക്കണം. സെസമോയിഡ് ബോൺസിൽ റൈഡേഴ്സ് ബോൺ എന്താ, ഫാബെല്ല എന്താന്നുള്ളത് പറ്റില്ല, നമ്മൾ കുറേ തവണ ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണല്ലോ. അപ്പം അതുകൊണ്ട് ആ ഒരു സെക്ഷൻ നിങ്ങൾക്ക് ഇനി കൺഫ്യൂഷൻ വരത്തില്ലല്ലോ. ഇത് രണ്ടും ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. റൈഡേഴ്സ് ബോൺ അഡക്ടർ ലോങ്ങസും, ഫാബെല്ല ഗ്യാസ്ട്രോണിമസിന്റെ ലാറ്ററൽ ഹെഡിൽ നിന്നും. ഓക്കെ, പിന്നെ ഒബ്റ്റുറേറ്റർ നെർവ് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, മീഡിയൽ കമ്പാർട്ട്മെന്റിന് സപ്ലൈ ആണ്. അത് ലംബാർ പ്ലെക്സസിന്റെ ഒരു ബ്രാഞ്ചാണ്. റൂട്ട് വാല്യൂ L2, L3, L4. റൂട്ട് വാല്യൂസ് മാക്സിമം പഠിച്ചു വെക്കണം. പറ്റുന്നതെല്ലാം, എല്ലാം കൺഫ്യൂസിങ് ആണ്, എന്നാലും ഒരു നമ്മളിപ്പം എന്താ പറയുക, സേക്രൽ പ്ലെക്സസ്, ലംബാർ പ്ലെക്സസ്, അങ്ങനെ ആ ഒരു കണ്ടിന്യൂഷനിൽ നമ്മൾ വരച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് അത്ര കൺഫ്യൂസിങ് ആവത്തില്ല. അത് വെച്ച് ഇങ്ങനെ ഓർത്ത് വെച്ച് എഴുതാൻ പറ്റും കേട്ടോ. അപ്പോൾ അതെല്ലാം കണ്ടിന്യൂഷനായിട്ട് അങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി. പിന്നെ ഒരു ഒബ്റ്റുറേറ്റർ ആർട്ടറി ഉണ്ട്, അത് അഡക്ടർ കമ്പാർട്ട്മെന്റിൽ സപ്ലൈ ചെയ്യുന്നതാണ്, അലോങ് വിത്ത് പ്രൊഫണ്ട ഫിമോറിസ് ആർട്ടറി. അതിന് ബിഗിനിങ് എങ്ങനെയാണ്, ബ്രാഞ്ച് ഓഫ് ഇന്റേണൽ ഇലിയാക് ആർട്ടറിയുടെ ബ്രാഞ്ചാണ് ഒബ്റ്റുറേറ്റർ ആർട്ടറി കേട്ടോ. ഒബ്റ്റുറേറ്റർ ആർട്ടറി ഇസ് എ ബ്രാഞ്ച് ഓഫ് ഇന്റേണൽ ഇലിയാക് ആർട്ടറി. നെക്സ്റ്റ് അടുത്ത ഗ്ലൂട്ടിയൽ റീജിയൻ. അപ്പോൾ നമ്മൾ ആൻറ്റീരിയർ കമ്പാർട്ട്മെന്റ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആൻറ്റീരിയർ കമ്പാർട്ട്മെന്റിലെ മസിൽസ് പറഞ്ഞു. ക്വാഡ്രിസെപ്സും സർട്ടോറിയസും ആണ് ആൻറ്റീരിയർ കമ്പാർട്ട്മെന്റിൽ മെയിനായിട്ടും പറഞ്ഞത്. പിന്നെ അടുത്ത
മീഡിയൽ കമ്പാർട്ട്മെൻറ്റിൽ അഡക്റ്റേഴ്സ് പറഞ്ഞില്ലേ, ഗ്യാപ്പ് മസിൽസ് ആണ് മീഡിയൽ കമ്പാർട്ട്മെൻറ്റിൽ പറഞ്ഞത്. ഗ്ലൂട്ടിയസ് അടുത്ത ഇനി നെക്സ്റ്റ് ഉള്ളത് ഗ്ലൂട്ടിയൽ റീജിയണും ആണ്. പിന്നെ ബാക്ക് ഓഫ് ദ തൈ ഹാംസ്ട്രിങ് മസിൽസ് ആണ്. ഇതൊക്കെ ഏതൊക്കെയാണെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, കൂടുതൽ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. അതിൽ ഗ്ലൂട്ടിയസ് മാക്സിമസ് എല്ലാവർക്കും അറിയാം അല്ലേ, ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് സൂപ്പർഫിഷ്യൽ മസിൽ ഓഫ് ദ ഗ്ലൂട്ടിയൽ റീജിയൺ ആണ്. മോസ്റ്റ് കോമൺലി ഇൻട്രാമസ്കുലാർ ഇഞ്ചെക്ഷൻസ് ഒക്കെ എടുക്കുന്നത് ഗ്ലൂട്ടിയസ് മാക്സിമസിലായിരിക്കും. കണ്ടോ, അതിൻ്റെ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒറിജിനും ഇൻസേർഷനും ഒക്കെയാണ് ഈ കാണിച്ചേക്കുന്നത്. ഗ്ലൂട്ടിയൽ ലൈനിൽ നിന്ന് ഇറക്ടർ സ്പൈനയുടെ അപ്പോനെുറോസിസ് പറയുന്നുണ്ട്, അങ്ങനെ കുറേ ഒരു വാസ്റ്റ് ഒറിജിൻ പറയുന്നുണ്ട്. അത് കൂടാതെ നമ്മുടെ ബാക്ക് ഗ്ലൂട്ടിയൽ മസിൽസിൻ്റെ എന്തെങ്കിലും ഒരു കോഡ് വെച്ച് പഠിച്ചേക്കണം. ടെൻസർ ഫേഷ്യലാറ്റി ഉണ്ട്, ഒബ്റ്റുറേറ്റർ ഇൻറ്റേണസ്, എക്സ്റ്റേണസ്, പൈറിഫോമിസ്, ക്വാഡ്രാറ്റസ് ഫിമോറിസ്. ടോപ്പ് ക്വസ്റ്റ്യൻസ് എന്നങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ ടെൻസർ ഫേഷ്യലാറ്റ വരും, ഒബ്റ്റുറേറ്റർ ഇൻറ്റേണസും എക്സ്റ്റേണസും വരും, പി പൈറിഫോമിസ്. ക്വസ്റ്റ്യൻസ് QSLA വരുന്നത്, അതിൽ ക്വാഡ്രാറ്റസ് ഫിമോറിസും വരും. പിന്നെ സുപ്പീരിയർ എന്ന് ഓർത്താൽ വെച്ചാൽ മതി, സുപ്പീരിയർ ഗാമല്ല പ്ലസ് ഇൻഫീരിയർ ഗാമല്ലസ് മസിൽസ് 2, സുപ്പീരിയറും ഇൻഫീരിയറും. അങ്ങനെ ടോപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഓർത്ത് വെച്ചാൽ മതി. മീഡിയൽ കമ്പാർട്ട്മെന്റ് ഗ്യാപ്പ് എന്ന് ഓർത്താൽ മതി. ഓക്കെ, ഞാൻ അടുത്ത അതിൽ എല്ലാ മസിൽസും ഞാൻ പറയുന്നില്ല. പൈറിഫോമിസ് ആണ്, പിയർ ഷേപ്ഡ് മസിലാണ്. അതിനെ ഒരു കീ മസിൽ ഓഫ് എന്നൊക്കെ പറയുന്നുണ്ട്, കീ മസിൽ എന്നൊക്കെ പറയുന്നുണ്ട് പൈറിഫോമിസിനെ. പിന്നെ എല്ലാ മസിൽസിൻ്റെയും ഫങ്ഷൻസ് പറ്റുന്ന അത്രയൊന്ന് നോക്കി വെച്ചേക്കണം. അത് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടേക്കുന്നത് കൂടുതലും ഫങ്ഷൻസിലൊക്കെയാണ്. ഇപ്പം മീഡിയൽ റൊട്ടേറ്റർ ഓഫ് തൈ അല്ലെങ്കിൽ ലാറ്ററൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ചോദിക്കുന്നത്. അപ്പം ലാറ്ററൽ റൊട്ടേഷനാണ് ഈ ഒബ്റ്റുറേറ്റർ ഇൻറ്റേണസും പൈറിഫോമിസ്, സുപ്പീരിയർ ഗെമലസ്, ഇൻഫീരിയർ ഗെമലസ്, അതെല്ലാം ലാറ്ററൽ റൊട്ടേഷന് ഹെൽപ്പ് ചെയ്യുന്ന മസിൽസ് ആണ്. മീഡിയൽ റൊട്ടേറ്റർ ആണ് ഗ്ലൂട്ടിയസ് മീഡിയസ് ആൻഡ് മിനിമസ്. ഇനി അടുത്ത ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഈ നെർവ് സപ്ലൈ. അപ്പം ഗ്ലൂട്ടിയസ് മീഡിയസ്, മിനിമസ്, ടെൻസർ ഫേഷ്യലാറ്റ, ഇതിനെ മൂന്നിനും സപ്ലൈ ചെയ്യുന്നത് സുപ്പീരിയർ ഗ്ലൂട്ടിയൽ നെർവാണ് കേട്ടോ. അതായത് മീഡിയസ് മിനിമസ് ചെറിയ ആൾക്കാർക്ക് സുപ്പീരിയർ ഗ്ലൂട്ടിയൽ നെർവ് ആണ് സപ്ലൈ ചെയ്യുന്നത്. വലിയ ഗ്ലൂട്ടിയസ് മാക്സിമസിന് നേരെ തിരിച്ചു വരും, ഇൻഫീരിയർ ഗ്ലൂട്ടിയൽ നെർവാണ് സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ റൂട്ട് വാല്യൂസും നിങ്ങൾ ഒന്ന് നോക്കിക്കോ, ടൈം ഉള്ളതിനനുസരിച്ച് നോക്കിക്കോട്ടോ. പിന്നെ അടുത്താണ് ട്രെൻഡലൻബർഗ് സൈൻ പറയുന്നുണ്ട്. അതിന് ഒരു വാഡ്ലിംഗ് ഗേറ്റ് അല്ലെങ്കിൽ എന്താ പറയുക ലർച്ചിൻ ഗേറ്റ് എന്നൊക്കെ പറയുന്നത്. അതിന് മെയിനായിട്ട് ഏത് മസിൽസിനാണ് പാരാലിസിസ് ഉള്ളതെന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഗ്ലൂട്ടിയസ് മീഡിയസ് ആൻഡ് മിനിമസ് ഒക്കെ പാരലൈസ് ചെയ്യുന്ന സമയത്ത് പേഷ്യൻസിന് നോർമലി വാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ആ ഒരു ഡിഫിക്കൽട്ടീസ് ആണ്. ഈ ഒരു പിക്ചറിൽ നിങ്ങൾ നോക്കിക്കേ, ഇതിപ്പം ഒരു നമ്മൾ കോമൺ ആയിട്ട് ഒരു റൈറ്റ് സൈഡഡ് ആയിട്ടുള്ള ഗ്ലൂട്ടിയസ് മീഡിയസ് മിനിമസിനാണ് പാരാലിസിസ് വരുന്നതെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള, അതായത് നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആ ഒരു അതായത് അഫക്റ്റഡ് അല്ലാത്ത ലിംബ് എന്ത് ചെയ്യുന്നുണ്ട്, നോർമൽ പൊസിഷനിൽ നിന്ന് കുറച്ചും കൂടെ സാഗ് ചെയ്ത് വരും അല്ലെ. ആ ഒരു കണ്ടീഷനാണ് എന്ത് ട്രെൻഡലൻബർഗ് സൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഏതാണോ അഫക്റ്റഡ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് വരും. അതിനൊരു മെക്കാനിസം ഒക്കെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മസിൽസ് വീക്ക് ആകുമ്പോഴത്തേക്ക് നമ്മുടെ ട്രങ്ക് അതിനനുസരിച്ച് അപ്ലിഫ്റ്റ് ചെയ്യുമ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ജസ്റ്റ് ഇത്രയും മാത്രം ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എന്താണ് ട്രെൻഡലൻബർഗ് സൈന് റീസൺ ഏത് മസിൽസിൻ്റെ എന്താണ് പാരാലിസിസ് കൊണ്ടിട്ടാണ്. സർജറിയിൽ എനിക്കൊന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എടുക്കുമായിരിക്കും ചിലപ്പം. ഓക്കെ, ഇനി അടുത്താണ് ഹാംസ്ട്രിങ് മസിൽസ്. അപ്പോൾ ഹാംസ്ട്രിങ് മസിൽസിൽ ഇപ്പം ഏതാണ് ഹാംസ്ട്രിങ് മസിൽസ് അല്ലാത്തത് എന്നൊക്കെ ചോദിച്ചാൽ മാത്രം നിങ്ങൾ ഓർത്താൽ മതി. ഏതൊക്കെയാണെന്ന് നിങ്ങൾ ഓർത്ത് വെച്ചാൽ എക്സെപ്ഷൻ എഴുതാൻ പറ്റുമല്ലോ. ഹാംസ്ട്രിങ് മസിൽസ് ആയിട്ട് വരുന്നതാണ് സെമി ടെൻഡനോസിസ്, സെമി മെംബ്രനോസിസ്, ബൈസെപ്സ് ഫീമോറിസ്. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു അഡക്ടർ മാഗ്നസിന് 2 ഹെഡിൽ ഒരു ഹെഡ് ഇഷ്യൽ ഹെഡാണ്, അത് പോസ്റ്റീരിയർ കമ്പാർട്ട്മെന്റിലെ തൈയാണ് കൊടുക്കുന്നത്. അപ്പം അതും കൂടെ എന്ത് വരുന്നുണ്ട്, അപ്പം അഡക്ടർ മാഗ്നസും പോസ്റ്റീരിയർ കമ്പാർട്ട്മെന്റ് ഓഫ് തൈയിലെ ഹാംസ്ട്രിങ് മസിൽസിന്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്. അത് കൺഫ്യൂഷൻ ആവരുത്, അതിൻ്റെ ഒരു ഒറിജിൻ വെച്ചിട്ടാണ് കേട്ടോ. ഹാംസ്ട്രിങ് മസിൽസിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഹാംസ്ട്രിങ് മസിൽസ് ഒരു കോമൺ ഒറിജിനേറ്റഡ് ഫ്രം ഇഷ്യൽ ട്യൂബറോസിറ്റി. ഇൻസേർട്ട് ചെയ്യുന്നത് ടിബിയോ ഫിബുലയിലൊക്കെ ആയിരിക്കും. സപ്ലൈ ചെയ്യുന്നത് ടിബിയൽ പാർട്ട് ഓഫ് സാറ്റിക് നെർവാണ്. അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഫങ്ഷൻസ് ഫ്ലെക്സ് ദ നീയും എക്സ്റ്റെൻസ് ദ ഹിപ്പും ആയിരിക്കും കേട്ടോ. അടുത്താണ് ഹാംസ്ട്രിങ് മസിൽസിൻ്റെ പേര് ഞാൻ പറയുന്നുള്ളൂ, അത് മാത്രം തൽക്കാലം നോക്കിക്കോ. ബാക്കി നിങ്ങൾ ടൈം ഉള്ളതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്തു കേട്ടോ. തിക്കസ്റ്റ് നെർവ് ഇൻ ദ ബോഡിയാണ് സാറ്റിക് നെർവ് എന്നുള്ളത്. L4, L5, S1, S2, S3 ആണ് അതിൻ്റെ റൂട്ട് വാല്യൂ. അതിന് 2 പാർട്ടുണ്ട്. ഒരു ടിബിയൽ പാർട്ടും ഉണ്ട്,
ഒരു കോമൺ പെരോണിയൽ പാർട്ടും ഉണ്ട് കേട്ടോ. ടിബിയൽ പാർട്ടും കോമൺ പെരോണിയൽ പാർട്ടും. ഈ ടിബിയൽ പാർട്ടിൻ്റെ റൂട്ട് വാല്യൂ വരുമ്പോഴത്തേക്ക് L4, L5, S1, S2, S3 വരെ വരുന്നുണ്ട്. പക്ഷേ കോമൺ പെരോണിയൽ ആണെങ്കിൽ S2 വരെ വരുന്നുള്ളൂ, S3 വരുന്നില്ല. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് കോമൺ പെരോണിയൽ. ഇതിൻ്റെ എന്താണ് കോമൺ പെരോണിയൽ നോവൻ ഇഞ്ചുറി, ഫുഡ് ഡ്രോപ്പ്, അല്ലെങ്കിൽ ഒരു ഹൈ സ്റ്റെപ്പിംഗ് ഗേറ്റ് ആയിരിക്കും ഇങ്ങനെ പേഷ്യൻസ് ചെയ്യുന്നത്. അതിന് ടിബിയാലിസ് ആൻറ്റീരിയർ മസിൽസിൻ്റെ എന്താണ് പാരാലിസിസ് കൊണ്ടിട്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്. ഇനി അടുത്താണ് ടാർസൽ ടണൽ സിൻഡ്രോം. നമ്മൾ കാർപ്പൽ ടണലൊക്കെ ഡിസ്കസ് ചെയ്ത കണക്ക് ഒരു പെയിനും ടിംഗ്ലിങ്ങും നംനെസ്സും ഒക്കെ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ്. പോസ്റ്റീരിയർ ടിബിയൽ നെർവ് ഇഞ്ചുറി കൊണ്ടിട്ടാണ് ടാർസൽ ടണൽ സിൻഡ്രോം വരുന്നത്. അടുത്ത ഒരു കുറച്ചും കൂടെ ഉള്ളു, ഞാനത് കണ്ടിന്യൂ ചെയ്ത് എടുക്കണോ അതോ നിങ്ങൾ വായിച്ചോളോ? ഒരു കുറച്ച് സ്ലൈഡ്സും കൂടെ ഉള്ളു, ഒരു 10-15 മിനിറ്റ്സിനുള്ളിൽ ഞാൻ തീർക്കാൻ നോക്കാം. കണ്ടിന്യൂ ചെയ്യട്ടോ. ഹലോ, ഓക്കെ. പോപ്ലിറ്റൽ ഫോസ. പോപ്ലിറ്റൽ ഫോസ എന്ന് വെച്ചാൽ നമ്മുടെ നീ ജോയിൻറ്റിൻ്റെ അണ്ടറിലുള്ള ഒരു ഡയമണ്ട് ഷേപ്ഡ് ഡിപ്രഷനാണ്. കണ്ടോ, ഒരു ഡയമണ്ട് ഷേപ്ഡ് ആയിട്ട് വരുന്നത്. അതിൻ്റെ ബൗണ്ടറീസ് നമുക്കൊന്ന് ജസ്റ്റ് നോക്കി പോവാം. സുപ്രോലാറ്ററലി എന്താണ്, സുപ്രോമീഡിയലി എന്താണ്, ഇൻഫ്രോലാറ്ററലി, ഇൻഫ്രോമീഡിയലി. ഇപ്പം ഇതൊക്കെ ഒരു കൺഫ്യൂസിങ് രീതിയിൽ അവർക്ക് ചോദിക്കാവുന്ന ടോപ്പിക്സ് ആണ്. ഇപ്പം അങ്ങനെ എല്ലാം ഒരു കൺഫ്യൂസിങ് രീതിയിലാണല്ലോ അവർ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. സുപ്രോലാറ്ററലി എന്താണ് ആ ഒരു ഡിവിഷൻ നോക്കിക്കേ. സുപ്രോലാറ്ററലി നമ്മുടെ ബൈസെപ്സ് ഫീമോറിസ് വരുന്നുണ്ട്. സുപ്രോമീഡിയലി സെമി മെംബ്രനോസിസ്, സെമി ടെൻഡിനോസിസ്, ഹാംസ്ട്രിങ്സ് വരുന്നുണ്ട്. ഇൻഫ്രോലാറ്ററലിയും ഇൻഫ്രോമീഡിയലിയും വരുന്നത് ഗ്യാസ്ട്രോണിമസ് മസിൽസ് ആയിരിക്കും കേട്ടോ. ഗ്യാസ്ട്രോണിമസിന്റെ ലാറ്ററൽ ഹെഡും മീഡിയൽ ഹെഡും ആയിരിക്കും. ഇത്രയും കൂടിയാണ് നമ്മുടെ പോപ്ലിറ്റിയൽ ഫോസയുടെ ബൗണ്ടറീസ് വരുന്നത്. ഗ്യാസ്ട്രോണിമസും ഉണ്ട്, അത് കൂടാതെ ഹാംസ്ട്രിങ്സിലെ ബൈസെപ്സും സെമി മെംബ്രനോസിസും സെമി ടെൻഡിനോസിസും വരുന്നുണ്ട് കേട്ടോ. Suprolaterally by biceps femoris, supromedially semimembranosis, semitendinosis, infrolaterally lateral head of gastrocnemius വരുന്നുണ്ട്, infromedially medial head of gastrocnemius. ഓക്കെ, കണ്ടന്റ് പോപ്ലിറ്റൽ ആർട്ടറി വെയിൻ ഉണ്ട്, നെർവ്സ് ടിബിയൽ നെർവ്, കോമൺ പെരോണിയൽ നെർവ്, അത് കൂടാതെ ലിംഫ് നോഡ്സ് ആൻഡ് പോപ്ലിറ്റൽ പാഡ് ഓഫ് ഫാറ്റ്. ഓക്കെ, നമുക്കറിയാവുന്ന കണ്ടീഷനാണ് ബേക്കർ സിസ്റ്റ് അല്ലേ, പോപ്ലിറ്റൽ സിസ്റ്റ് അല്ലെങ്കിൽ ബേക്കർ സിസ്റ്റ് എന്നുള്ളത്. ഇൻഫ്ലമേഷൻ ഓഫ് ബേഴ്സ ലൈങ് ഡീപ് ടു ദ സെമി മെംബ്രനോസിസ്. സെമി മെംബ്രനോസിസിന്റെ ആ ഒരു ഏരിയയിൽ വരുന്ന ആ ബേഴ്സയ്ക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നതാണ് ബേക്കർ സിസ്റ്റ് അല്ലെങ്കിൽ പോപ്ലിറ്റൽ സിസ്റ്റ് എന്ന കണ്ടീഷൻ. പെയിൻഫുൾ ഫ്ലൂയിഡ് ഫിൽഡ് സാക്ക് ആണ് കാണുന്നത്. അതെന്ത് ചെയ്യും, നീ മൂവ്മെന്റ്സിനെ റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. പോപ്ലിറ്റൽ സിസ്റ്റ് അല്ലെങ്കിൽ ബേക്കർ സിസ്റ്റ്. ഓക്കെ, ഇനിയൊരു ലോക്കിംഗ് മസിലും അൺലോക്കിംഗ് മസിൽസും ഉണ്ട് കേട്ടോ. അത് ലോക്കിംഗ് മസിൽസ് പോപ്ലിറ്റീസ് ആണ്. അത് എന്താ പറയുക, നമ്മുടെ മീഡിയൽ റൊട്ടേഷനെ എന്ത് ചെയ്യുന്നത്, അൺലോക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പോപ്ലിറ്റീസ് അൺലോക്ക് മസിൽസ് എന്നും ലോക്കിംഗ് മസിലായിട്ട് പറയുന്നത് വാസ്റ്റസ് മീഡിയാലിസ് ആണ് കേട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, സോളിയസിനെ പെരിഫറൽ ഹാർട്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അപ്രൈറ്റ് പൊസിഷനിൽ, ഇൻ ദ അപ്രൈറ്റ് പൊസിഷൻ ഓഫ് ദ ബോഡി ദ വീനസ് റിട്ടേൺ ഫ്രം ദ ലോവർ ലിംബ് ഡിപ്പെൻഡ് ലാർജ്ലി ഓൺ ദ കൺട്രാക്ഷൻ ഓഫ് കാഫ് മസിൽസ്. കാഫ് മസിൽസ് ലെഗിലെ മസിൽസ് ആണ്, അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യുന്നത്. ആ കാഫ് മസിൽസിൻ്റെ കൺട്രാക്ഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഒരു വീനസ് റിട്ടേൺ എന്താ പറയുന്നത്, വീനസ് റിട്ടേൺ പ്രോപ്പറായിട്ട് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ആ ഒരു കാഫ് മസിൽസിനെ എല്ലാം കൂടെ ചേർത്ത് കാഫ് പമ്പ് എന്നും പറയുന്നുണ്ട്. സോളിയസ് ആണ് അതിലൊരു മേജർ ഫംഗ്ഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ സോളിയസിനെ എന്തെന്ന് പറയാം, പെരിഫറൽ ഹാർട്ട് എന്ന് പറയാം കേട്ടോ. സോളിയസ് ഈസ് നോൺ ആസ് പെരിഫറൽ ഹാർട്ട്. അടുത്ത ടെൻഡോ കാൽക്കീനിയസ് അല്ലെങ്കിൽ ടെൻഡോ അക്കിലീസ് എന്നൊക്കെ പറയാറുണ്ട്. അതാണ് തിക്കസ്റ്റ് ആൻഡ് ലോങ്ങസ്റ്റ് ടെൻഡൻ ഓഫ് ദ ബോഡി എന്ന് പറയുന്നത്. ടെൻഡോ കാൽക്കീനിയസ് അല്ലെങ്കിൽ ടെൻഡോ അക്കിലീസ് ആയിരിക്കും. ഇറ്റ് ഈസ് അബൌട്ട് 50 സെന്റിമീറ്റർ ലോങ്. ഇത്രയാണ് ലോവർ ലിംബിൽ ഞാൻ കോമൺ ആയിട്ട് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. കുറേ പോർഷൻസ് ഇനിയും ഉണ്ട്, അത് നിങ്ങളെ വായിച്ചേക്കണം. ജസ്റ്റ് പെക്യൂലിയാരിറ്റീസും കൂടെ ഒന്ന് പറഞ്ഞേക്കാം.
ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ആണ്, ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. ലോങ്ങസ്റ്റ് ആൻഡ് ഹെവിയസ്റ്റ് ബോൺ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ഫീമർ ആണ്. ഏറ്റവും മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് ജോയിന്റ് എന്ന് പറയുന്നത് നീ ജോയിന്റ് ആണ്. അതിനകത്ത് 12 ബേഴ്സേഴ്സ് ഉള്ളത് കൊണ്ടിട്ടാണ് അതിനെ മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് ജോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇത് കൂടാതെ ഒരു ലോങ്ങസ്റ്റ് മസിലാണ് സാർട്ടോറിയസ്. ലോങ്ങസ്റ്റ് എസ് ഷേപ്ഡ് മസിൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അല്ലെങ്കിൽ എന്താ പറഞ്ഞ ഹണിമൂൺ മസിൽ എന്ന് പറഞ്ഞു, ടെയിലേഴ്സ് മസിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്ത പറഞ്ഞതാണ് കോഡ്രിസെപ്സിനെ പറഞ്ഞു അല്ലേ. കോഡ്രിസെപ്സ് ഫിമോറിസിനെ കുറിച്ച് പറഞ്ഞു. മസിൽ വിത്ത് മാക്സിമം ഹെഡ്സ് ഏതാണെന്ന് ചോദിച്ചാൽ കോഡ്രിസെപ്സ് ഫിമോറിസ് ആണ്. ഹൈബ്രിഡ് മസിൽസ് അഡക്ടർ മാഗ്നസ് ആണ്. പിന്നെ ബിഗ്ഗസ്റ്റ് സെസമോയിഡ് ബോൺ, അത് നമ്മൾ എനിക്കൊന്ന് അപ്പർ ലിംബിലും ഡിസ്കസ് ചെയ്തെന്ന് തോന്നുന്നു, ഇവിടെ ഡിസ്കസ് ചെയ്തതായിട്ടൊരു ഓർമ്മ. പെറ്റലയാണ് ബിഗ്ഗസ്റ്റ് സെസമോയിഡ് ബോൺ, അത് കോഡ്രിസെപ്സ് ഫിമോറിസിന്റെ ടെൻഡൻ ആണ്. അത് കൂടാതെ 2 എക്സ്ട്രാ നമ്മൾ പറഞ്ഞതാണ്, റൈഡേഴ്സ് ബോണും ഫാബെല്ലയും പറഞ്ഞല്ലേ. പിന്നെ ലോങ്ങസ്റ്റ് ക്യൂട്ടേനിയസ് നെർവ് ഏതാണ്? സഫീനസ് നെർവ് ആണ് ലോങ്ങസ്റ്റ് ക്യൂട്ടേനിയസ് നെർവ്. ഇതെല്ലാം പറഞ്ഞതാണ്. തിക്കസ്റ്റ് നെർവ് സയാറ്റിക് നെർവ് ആണ്. ലോങ്ങസ്റ്റ് വെയിൻ ആണ് ഗ്രേറ്റ് സഫീനസ് വെയിൻ എന്നുള്ളത്. സ്ട്രോങ് ലിഗമെന്റ് ആണ് ഇലിയോ ഫിമറൽ ലിഗമെന്റ്, അല്ലെങ്കിൽ ലിഗമെന്റ് ഓഫ് ബിഗ്ലോ എന്ന് പറഞ്ഞത്. ഏത് ഓസിഫിക്കേഷൻ സെന്റർ ആണോ ഫസ്റ്റ് അപ്പിയർ ചെയ്യുന്നത് അതായിരിക്കും ലാസ്റ്റ് ഫ്യൂസ് ചെയ്യുന്നത്. ഇപ്പം നോർമലി ലോങ് ബോണിന്റെ എൻഡ് ഉണ്ടല്ലോ, എൻഡ്സ് ആണ് ഫസ്റ്റ് എന്ത് ചെയ്യുന്നത്, അപ്പിയർ ചെയ്യുന്നത് ഓസിഫിക്കേഷന് വേണ്ടിയിട്ട്. അതായിരിക്കും ലാസ്റ്റ് ഫ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡയാഫൈസിസുമായിട്ട്. അപ്പം അങ്ങനെയാണ് ബോൺസിന്റെ ഓസിഫിക്കേഷൻ നോർമലി സംഭവിച്ചു വരുന്നത്. പക്ഷേ നമ്മുടെ ഫിബുല ബോണിൽ അങ്ങനെയല്ല വരുന്നത്. അതായത് ഗ്രോയിങ് എൻഡ് ആയിരിക്കത്തില്ല ആദ്യം എന്ത് ചെയ്യുന്നത്, ഓസിഫിക്കേഷൻ സംഭവിക്കുന്നത്. ക്ലിയർ ആയോ? ഫസ്റ്റ് അപ്പിയർ ചെയ്യുന്നത് ലാസ്റ്റ് ആയിരിക്കും ഓസിഫൈ ചെയ്യുന്നത്. ആ ഒരു രീതിയിലാണ് എക്സെപ്ഷൻ വരുന്നത്. ബാക്കി ലോങ് ബോൺസിൽ കോമൺ ആയിട്ട് വരും. ഫിബുലയാണ് അതിനൊരു എക്സെപ്ഷൻ. ഫിബുലയിൽ ആ എക്സെപ്ഷൻ ഉള്ളതുകൊണ്ടാണ് അത് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം.